ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. എന്താണ് നിങ്ങൾക്കിന്ന് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങൾ എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നതാണ്. അപ്പോൾ നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സും തരാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ 6 ഓഫ് വാൻസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം ഒരുപാട് സന്തോഷമൊക്കെയുള്ള ഒരു എനർജിയാണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്രമാത്രം വിഷമിക്കുന്നുണ്ട്, അതിനൊരു നന്മ നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു വിഷമത്തിൻ്റെ എനർജിയിൽ തന്നെ ഇരിക്കാതിരിക്കുക. നിങ്ങളുടെ എഫേർട്ടിനുള്ള ഫലം നിങ്ങൾക്ക് തരുന്നുണ്ട്. നിങ്ങളുടെ കർമ്മയുടെ ഫലം നിങ്ങൾക്ക് വരുന്നുണ്ട്. ഈ സമയം വിക്ടറിയാണ്. മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾക്ക് വിജയിച്ച് കാണിച്ചു കൊടുക്കാനുള്ള കുറേ അനുഭവങ്ങൾ അല്ലെങ്കിൽ കുറേ സാഹചര്യങ്ങൾ അതൊക്കെ ദൈവം തരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ റിസീവ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇതിൽ കുറേ ആൾക്കാർക്ക് ഈ സമയം ഒരു ട്രാവലിൻ്റെ എനർജി കാണുന്നുണ്ട്. പിന്നെ മറ്റുള്ളവർ നിങ്ങളെ ആദരിക്കുന്ന ഒരു എനർജിയാണ്. പാസ്റ്റിൽ നിങ്ങളെ വിഷമിപ്പിച്ചിരുന്ന അല്ലെങ്കിൽ നിങ്ങളെ ചവിട്ടി താഴ്ത്തിയിരുന്നവരുടെ മുന്നിൽ ജയിച്ച് കാണിക്കാനുള്ളൊരു അവസരം ഈ സമയം പ്രപഞ്ചശക്തി നിങ്ങൾക്ക് തരുന്നു എന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഇവിടെ 5 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. ഇതിലൊരു നഷ്ടബോധത്തിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജി ഉണ്ട്. കുറച്ച് ആൾക്കാർ പൈസയുമായി ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യം കാത്തിരിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. നിങ്ങൾക്ക് മുന്നിൽ അടഞ്ഞു പോയ വാതിൽ തുറക്കുന്നതിനുള്ള ഒരു കാത്തിരിപ്പ് ഇതിലുണ്ട്. അതുപോലെ കുറച്ച് ആൾക്കാർ എന്തോ ഒരു കാര്യം വരാനായിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് പൈസയായിരിക്കാം, അല്ലെങ്കിൽ ചില വ്യക്തികളെ ആയിരിക്കാം. അപ്പോൾ നഷ്ടപ്പെട്ടു പോയൊരു കാര്യം വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇത്തരത്തിൽ കാത്തിരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ കാത്തിരിപ്പിനൊരു അവസാനം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ കാത്തിരിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. പൈസയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ കാത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾ കാത്തിരിക്കുന്ന പൈസ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത്. ചിലപ്പോൾ ഈ സമയം ഒരു ലോണിന് വേണ്ടിയൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലൊരു ലോണ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഈ സമയം പൈസയ്ക്ക് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും വരാനുള്ളൊരു സാധ്യതയില്ല എന്നുള്ളതാണ്. ശരിക്കും നിങ്ങളുടെ പ്രയത്നത്തിൻ്റെ ഫലം അനുഭവിക്കാൻ നിങ്ങൾ തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നിന്നും നിങ്ങൾക്ക് ഫലം പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടാകുന്നൊരു സമയം കൂടിയാണ് ഇത്. മാത്രമല്ല ഇവിടെ ജഡ്ജ്മെൻ്റ് ആണ് പിന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന എന്തോ ഒരു കാര്യത്തിൻ്റെ ജഡ്ജ്മെൻ്റ് ആണ്. അപ്പോൾ
ഒരു കർമ്മഫലം എന്ന് പറയുന്ന പോലെ അത് നിങ്ങൾക്ക് അനുകൂലമായി വരുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് സന്തോഷിക്കുവാൻ പറ്റുന്നത് എന്നുള്ളതാണ്. ചില ആൾക്കാർക്ക് നിങ്ങളുടെ പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കേസൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായി വിധിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ ചില ആൾക്കാർക്ക് എന്തെങ്കിലും ഫാമിലി കോർട്ടിലോ മറ്റോ എന്തെങ്കിലും ഇഷ്യൂസ് സംബന്ധമായിട്ട് ഏതെങ്കിലും കേസ് ഉണ്ടെങ്കിൽ അതിലും നിങ്ങൾക്ക് അനുകൂലമായൊരു വിധി വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ 3 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. ഈ സമയം സമാധാനത്തോടിരിക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ്. വളരെ കൂളായിട്ടിരിക്കാൻ നിങ്ങൾക്ക് പറ്റും. വളരെ സന്തോഷമായിട്ട് നിങ്ങൾക്കിരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ സമയം കുറേ നാളുകൾക്ക് ശേഷം ചിലപ്പോൾ മനസ്സറിഞ്ഞ് എൻജോയ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. ഒരുപാട് കാലം നിങ്ങൾക്ക് നടക്കാതിരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ നടന്നു കിട്ടുന്നതിൻ്റെ ഒരു സന്തോഷമാകാം. അതായത് നിങ്ങൾക്ക് ഒരുപാട് കാലം തടസ്സപ്പെട്ട് കിടന്ന എന്തൊക്കെയോ കാര്യങ്ങൾ നടന്നതിൻ്റെ ഒരു സന്തോഷം, അപ്പോൾ അതിൻ്റെ ഒരു ആഘോഷമാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയുമായിട്ടോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായിട്ടോ ഒക്കെ ചില ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതായിട്ട് ഇതിൽ കാണുന്നുണ്ട്. പിന്നെ ചെറിയ ചെറിയ യാത്രകൾ ചെയ്യാനുള്ള സാധ്യതയും ഇതിൽ കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കാനും ഒക്കെ ഈ ഒരു സമയം നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും ഒക്കെ ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ സന്തോഷിക്കുവാനും ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനും ഒക്കെയുള്ള പല അവസരങ്ങളും നിങ്ങളിലേക്ക് വന്നെത്തുന്നു എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. പിന്നെ 10 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ മാക്സിമം വിഷമിപ്പിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കുന്ന ഒരു കാര്യം അത് നിങ്ങളിൽ നിന്നും വിട്ടുപോകുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുത്തിയിരുന്ന ഒരു കാര്യം മാക്സിമം നിങ്ങളെ ഉപദ്രവിച്ചിട്ട് വിട്ടുപോകുന്ന ഒരു എനർജിയാണ്. ഇത് ചിലപ്പോൾ കുറേ കാലം കൊണ്ട് നിങ്ങൾ ചിലപ്പോൾ അനുഭവിക്കുന്നതായിരിക്കാം. ചില ആൾക്കാർക്ക് ഇത് നിങ്ങൾ തന്നെ എൻഡാക്കാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളതിൽ പെട്ട് കിടക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ മാറുന്ന ഒരു എനർജിയാണ്. ചില കാര്യങ്ങളിൽ നമ്മളെ ആർക്കും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ തന്നെ മാറണം, അല്ലെങ്കിൽ നമ്മൾ തന്നെ ആക്ഷൻ എടുക്കേണ്ടത് അത്യാവശ്യമാണെന്നുള്ളതാണ്. നമ്മളാണ് നമുക്ക് വേണ്ടിയുള്ള ആക്ഷൻ എടുക്കേണ്ടത്. അപ്പോൾ ഈ സമയം നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യത്തിൽ നിന്നും നിങ്ങൾ പുറത്ത് കടക്കുന്നു എന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ ഹെർമിറ്റിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സമയം മെഡിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ശരിക്കും ഒരു സ്പിരിച്വൽ ഗൈഡൻസ് കിട്ടുന്നു കാണുന്നുണ്ട്. യൂണിവേഴ്സിൽ നിന്നും ഒരുപാട് ബ്ലെസ്സിങ്സ് കിട്ടുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആകുന്നു എന്നാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ സ്പിരിച്വൽ പ്രാക്ടീസൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അത് തുടർന്ന് ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ ഈ സമയം ചില ആളുകൾക്ക് ആൾക്കൂട്ടത്തിൽ നിന്നുമൊക്കെ തനിയെ മാറിയിരിക്കണമെന്നും ഒക്കെ തോന്നുന്ന ഒരു സമയമാണ്. നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളുടെ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ, മെഡിറ്റേഷനും പ്രാർത്ഥനകളുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ സമയം കണ്ടെത്തുന്നുണ്ടാവാം. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് സ്പിരിച്വലി സെൽഫായിട്ടുള്ളൊരു ഗൈഡൻസ് കിട്ടുന്നു എന്നുള്ളതാണ്. ഈ സമയത്ത് നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും മെഡിറ്റേഷനും ഒക്കെ നല്ലതായിട്ട് നിങ്ങൾക്കതിൽ കോൺസെൻട്രേഷൻ കിട്ടും എന്ന് കാണുന്നുണ്ട്. പിന്നെ ഇവിടെ വന്നിട്ടുള്ളത് ഹാൻഡ്മാനാണ്. ഒരു തിരിച്ചറിവിൻ്റെ സമയമാണ് എന്നുള്ളതാണ്. നിങ്ങളുടെ സ്ട്രെങ്ത് എത്രമാത്രമാണെന്നുള്ളതിൻ്റെ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് വിചാരിച്ചിരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടാവാം. ചിലർക്ക് മറ്റു ചില വ്യക്തികളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങളെപ്പറ്റി ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാകണം എന്നൊരു തോന്നൽ നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ്. എത്ര ടഫായിട്ടുള്ള സിറ്റുവേഷനെയും ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സമയം കൂടിയാണ് ഇത്. പിന്നെ ഇവിടെ 3 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. കുറച്ചധികം ആൾക്കാരും ഇവിടെ വിഷമിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്.
അപ്പോൾ ഇവിടെ നിങ്ങൾ ഹീലിംഗ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ഇവിടെ കുറേ ആൾക്കാർ പിന്നെയും പാസ്റ്റിലെ കാര്യങ്ങൾ ആലോചിച്ച്, ഇത് പ്രത്യേകിച്ചും ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ ആണ്. റിലേഷൻഷിപ്പിൽ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, എങ്ങനെയാണ് അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ ആലോചിച്ച് വിഷമിക്കുന്നു എന്നാണ്. അത്തരത്തിലൊരു എനർജിയാണിത്. ഇതിൽ വേറെ എന്ത് കാര്യങ്ങളും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. ഇപ്പോൾ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും ഒരുവിധമൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. പക്ഷേ റിലേഷൻഷിപ്പിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ഏത് പ്രായമായ ആൾക്കാരാണെങ്കിലും ഏത് ഏജ് ആയാലും അതിൽ നമ്മൾ പെട്ടുപോകും. അപ്പോൾ അതിൽ നിന്നും ഓവർകം ചെയ്യാനാണ് പലരും സ്പിരിച്വാലിറ്റിയിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ഹാർട്ട് ബ്രേക്ക് നമുക്ക് തന്നത് സ്പിരിച്വാലിറ്റിയിലേക്ക് വരാനാണ് എന്ന് മനസ്സിലാക്കുക. നമുക്ക് സ്റ്റേബിൾ ആകാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് മനസ്സിനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആലോചിക്കാതെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ടെന്ന് സ്വയം മനസ്സിലാക്കുക എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഹൈ പ്രീസ്റ്റസിൻ്റെ ഒരു എനർജിയാണ്. ശരിക്കും ഒരു ഇൻഡ്യൂഷനാണ്. സൈക്കിക് എബിലിറ്റി ഉണ്ടാകുന്ന ഒരു സമയമാണ്. ശരിക്കും ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. ഇപ്പോൾ നമ്മൾ ആലോചിച്ച് വിഷമിച്ച് ടെൻഷൻ അടിച്ചിരുന്ന കാര്യങ്ങൾ, അപ്പോൾ അതിനേക്കാളും അപ്പുറമാണ് നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ചത് അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്നൊക്കെ മനസ്സിലാക്കി നിങ്ങളിൽ പലരും സറണ്ടർ ചെയ്ത് കൊടുത്തിരിക്കുന്നു എന്നാണ് ഇതിൽ കാണുന്നത്. മാത്രമല്ല നിങ്ങൾ ഈ ഭൂമിയിൽ വന്നത് എന്തിനാണ്, അല്ലെങ്കിൽ ഇത്രയും കാലം ഇത്രയും സ്ട്രഗിളൊക്കെ അനുഭവിക്കേണ്ടി വന്നത് എന്തിനാണ് എന്നൊക്കെയുള്ള നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ആ ഒരു ഉത്തരം നിങ്ങൾക്ക് ഈ ഒരു സമയം കിട്ടുന്നു എന്നുള്ളതാണ്. ഒരുപാട് അറിവുകൾ ഇനിയും സമ്പാദിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. സ്പിരിച്വലായിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ വന്നിട്ടുള്ളത് 4 ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ മെഡിറ്റേഷനാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾ കുറേ ആൾക്കാർ ഒന്ന് റെസ്റ്റ് എടുക്കാൻ തീരുമാനിക്കുന്നുണ്ടാവാം. ക്ഷീണമൊക്കെയുള്ള ആളുകളൊന്ന് റെസ്റ്റ് എടുക്കണം അല്ലെങ്കിൽ ഒന്ന് ഉറങ്ങണം എന്നൊക്കെ വിചാരിക്കുന്ന ഒരു എനർജി ഉണ്ട്. ഒരു പക്ഷേ ഇതിൽ പലരും ഒരു മെഡിറ്റേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. കുറേ ആൾക്കാർക്ക് നിങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് നിങ്ങൾ പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു പെയിൻഫുള്ളായിട്ടുള്ള ആ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതം വഴിമാറി ഓൾറെഡി വേറൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. നിങ്ങൾ ബ്ലെസ്സിങ്സിനെ റിസീവ് ചെയ്യുവാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. 4 ഓഫ് സോർഡ്സ് എന്ന് പറയുന്നത് വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ളൊരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ശരിക്കും ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട്. നിങ്ങൾ വിളിക്കുന്ന ദൈവങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തികൾ നിങ്ങളെ ഒരു കാലത്തും കൈവിടില്ല എന്നുള്ളതിൻ്റെ ഒരു മെസ്സേജാണ് ഇതിൽ കിട്ടുന്നത്. പിന്നെ ഇതിൽ ചാരിയറ്റാണ് പിന്നെ വന്നിട്ടുള്ളത്. വളരെ സ്പീഡിൽ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കാൻ പോകുന്നു എന്നുള്ളതാണ്. മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും ഈ സമയം നിങ്ങൾക്ക് നടക്കുമെന്നാണ് കാണുന്നത്. ഇപ്പോൾ മണി ബ്ലോക്കൊക്കെ മാറി നിങ്ങൾക്ക് തന്നെ ഫിനാൻഷ്യൽ പ്രോബ്ലം കൺട്രോൾ ചെയ്യുന്ന തരത്തിൽ മാറാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ കൺട്രോളിലൊന്നും വരുന്നില്ല എന്ന് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഇത്. പിന്നെ ഇവിടെ 4 ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇതിലും ഒരു ആഘോഷത്തിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ ഫാമിലിയിലോ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിലോ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന എന്തോ ഒരു കാര്യം വരുന്നു എന്നുള്ളതാണ്. ഒരു വിവാഹമോ അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ സെലിബ്രേഷനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആരുടെയെങ്കിലും കൂടെ ആഘോഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. ചിലപ്പോൾ മക്കളുടെ വിവാഹമോ ഒക്കെ ആകാം. അപ്പോൾ ഇവിടെ 3 ഓഫ് കപ്സും 4 ഓഫ് വാൻസും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ചില ആളുകൾക്ക് ഒരു സെലിബ്രേഷൻ ഉണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ ചില ആൾക്കാർക്കൊരു വിവാഹമൊക്കെ ഉറപ്പിക്കുന്നതിൻ്റെ ഒരു സന്തോഷവുമാകാം.
അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇന്ന് നിങ്ങൾക്ക് ഡിവൈൻ നൽകുന്ന ആ ഒരു മെസ്സേജ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.